അപ്പോൾ റൂമിൽ നിന്ന് ബോറടിച്ചപ്പോൾ നമ്മളെല്ലാവരും കൂടെ വിജയമംഗലം പോകാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് പോവാണ്. പക്ഷേ കയ്യിൽ പൈസയും കാണലൊന്നും ഇല്ല. ആരെങ്കിലും വിളിച്ച് പൈസയൊക്കെ സെറ്റ് ചെയ്ത് വേണം പോകാൻ. റൂമിൽ തന്നെ ഭയങ്കര മടുപ്പ്. കമ്പനി പോകുമ്പോൾ തോന്നുന്നു റൂമിൽ ഇരിക്കുന്നതല്ലെന്ന്, പക്ഷേ റൂമിൽ ഇരിക്കുമ്പോൾ തോന്നുന്നു കമ്പനി പോകുന്നതല്ലെന്ന്. അതിനിപ്പോൾ ഏതായാലും നടക്കുവാണ്. നേരെ പോയി ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് അവിടെ നിന്നായിരിക്കും നമ്മൾ പോകുന്നത്. ഫ്രണ്ട് ഒരു സാധനം പോകുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് നമ്മൾ പ്ലാൻ മാറ്റി തിരുപ്പൂരോട്ടാക്കി. തിരുപ്പൂരോട്ട് 20 കിലോമീറ്റർ ഉണ്ട്. വിജയമംഗലത്തോട്ട് 5 കിലോമീറ്റർ ഉള്ളായിരുന്നു. പക്ഷേ അങ്ങോട്ട് ബസ്സില്ല. തിരുപ്പൂരോട്ട് ബസ്സുണ്ട്. 15 രൂപ എന്തോ ഉള്ളൂ ഒരാൾക്ക് ടിക്കറ്റിന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. പക്ഷേ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേർന്നില്ലെന്ന് പറഞ്ഞു. കാരണം 20 കിലോമീറ്റർ വരാൻ അവന് വയ്യ. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി റൂമിലോട്ട് പോയി. നമ്മൾ രണ്ടുപേരും ഏതായാലും തിരുപ്പൂരോട്ട് പോകണം. അവിടെ പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, തിരുപ്പൂരെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും വലുതായിട്ടൊന്നുമില്ല. കുറേ ഡ്രസ്സ് കടയുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവിടുത്തെ പോലെ തന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു മിക്ക കട അടച്ചേക്കുക. അപ്പോൾ എന്തോ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നടക്കുക. എന്തെങ്കിലുമൊക്കെ കാണണം. അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായിട്ട് ഞാൻ ഇന്ന് കട്ട്ലേറ്റ് കഴിക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കട്ട്ലേറ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പള്ളകൊണ്ടപ്പാള അങ്ങനെ എന്താണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടുത്തെ ഗ്രാമമാണ്, അവിടെ ഒന്നും കിട്ടത്തില്ല. ഇവിടെ ഏതായാലും ഈ സാധനമുണ്ട്. ഇവിടെ വന്നുകൊണ്ട് ഇങ്ങനൊരു ഗുണമുണ്ടായി. അങ്ങനെ അതൊക്കെ കഴിച്ചു. അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി തിരിച്ച് ബസ് കയറി നമ്മൾ ഇവിടോട്ട് തന്നെ പോവാണ്, പള്ളകൊണ്ടപ്പാളയത്തിലോട്ട് തന്നെ പോവാണ്. ഇവിടെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറേ ഡ്രസ്സും കാണലൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, അതേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ബസ് കയറി ഇപ്പോൾ തിരിച്ച് തിരുപ്പൂരല്ലല്ലോ, പള്ളകൊണ്ടപ്പാളയത്തോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. PG പാളയമൊന്നും പറയും. അപ്പോൾ ഇനി നാളെ വർക്കിന് പോകണം. അപ്പോൾ നമ്മൾ നേരെ ഇനി ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. ജെറിൻ പറഞ്ഞായിരുന്നു പോകണ്ടെന്ന്. അവൻ്റെ കൂടെ അങ്ങ് റൂമിലോട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ടൈം പാസ്സായി. നമ്മൾ തിരുപ്പൂർ പോയിട്ട് ഇപ്പോൾ തിരിച്ച് വീണ്ടും ഹോസ്റ്റലിലോട്ട് തന്നെ തിരിച്ചു പോവാണ്. തിരുപ്പൂർ കാണാൻ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ചു പോയി. പക്ഷേ അവിടെ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. ഡ്രസ്സും കാണലൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ഡ്രസ്സ് വില കുറച്ചൊക്കെ കിട്ടും. നമ്മൾ കുറേ ഡ്രസ്സൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. താഴെ ഇട്ടിട്ട് പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങണം. പിന്നെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചു. ഇവിടുത്തേനൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇവിടെ സാധനങ്ങൾക്കൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇവിടെ കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.